ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിനൊരു ഫീൽഡുണ്ട്, അപ്പോൾ അതെന്താണെന്ന് നോക്കുന്നുണ്ട്. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറയും. പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷനും പറയും. അതാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളിനെ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഫോഴ്സ് അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആൻഡ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഫോഴ്സുകളാണ് കൺസർവേറ്റീവ്. അതായത് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്. സച്ച് ഫോഴ്സസ് ആർ കൺസർവേറ്റീവ് ഫോഴ്സസ്. അപ്പോൾ അതാണ് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിന് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോഴ്സ് ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയനാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ എന്താണ് പൊസിഷൻ മാറുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറുന്നത് ഒബ്വിയസ്ലി ആ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒന്നിൽ ഫോഴ്സ് ആയിരിക്കും, അല്ല എങ്കിൽ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് ഉള്ള ഒരു റീജിയനാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഇനിയിപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ നമ്മൾ സപ്പോസ് ഇനീഷ്യൽ പൊസിഷൻ എയിൽ നിന്ന് ഫൈനൽ പൊസിഷൻ ബിയിലേക്ക് ഒരു പാർട്ടിക്കിളിനെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. അപ്പം പല രീതിയിൽ കൊണ്ടുപോകും. അപ്പം നമ്മൾ ആദ്യം പാത്ത് പി കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്ത് ആ ഗ്രീൻ പാത്താണ് പാത്ത് പി, ആൻഡ് വേറൊരു പാത്ത് കൺസിഡർ ചെയ്യുന്നു പാത്ത് ക്യൂ. രണ്ടും ഇനീഷ്യൽ പൊസിഷൻ എ തന്നെയാണ്, ഫൈനൽ പൊസിഷൻ ബി തന്നെയാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പാത്തുകൾ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എത്രയാണ്? വർക്ക് ഡൺ അലോങ് പാത്ത് പി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ എഫ് ഡോട്ട് ഡി ആറിൻ്റെ ഇൻറ്റഗ്രൽ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അലോങ് പാത്ത് പിയിൽ എഫ് ഡോട്ട് ഡി ആറിൻ്റെ ഇൻറ്റഗ്രലാണ് വർക്ക് ഡൺ അലോങ് പാത്ത് പി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഇനീഷ്യൽ പൊസിഷൻ എയും ഫൈനൽ പൊസിഷൻ ബിയുമാണ് ഈ കാണിച്ചു വയ്ക്കുന്നത്. പക്ഷേ അതെന്ത് തന്നെയാണ്, അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലായതുകൊണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് പോകാനായിട്ട് പാത്ത് പിയിൽ കൂടെ പോയാലും പാത്ത് ക്യൂയിൽ കൂടെ എയിൽ നിന്ന് ബിയിലോട്ട് പോയാലും രണ്ടിനും കിട്ടുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സിന് വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്. ഇനിയിപ്പോൾ അടുത്ത കാര്യം നോക്കുമ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ഒരു റൗണ്ട് ട്രിപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എ എന്നുള്ള ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ബി എന്നുള്ള ഫൈനൽ പൊസിഷനിലേക്ക് രണ്ട് വഴിയിൽ പോകുന്നതായിരുന്നു. ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് എ എന്നുള്ള ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ബി എന്നുള്ള ഫൈനൽ പൊസിഷനിലേക്ക് ചെല്ലുകയാണ് ത്രൂ പാത്ത് പി, എന്നിട്ട് ബി എന്നുള്ള പൊസിഷനിൽ നിന്ന് തിരിച്ച് എ എന്നുള്ള പൊസിഷനിലേക്ക് തന്നെ വന്നു എന്ന് വെച്ചാൽ എന്താണ്, ഒരു റൗണ്ട് ട്രിപ്പ് പൂർത്തിയാക്കി. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നെറ്റ്വർക്ക് എത്രയാണ്? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒന്നാമത്തെ പാത്തിലൂടെയുള്ള വർക്ക് പ്ലസ് രണ്ടാമത്തിലെ പാത്തിലൂടെയുള്ള വർക്ക്, അതായിരിക്കണം നെറ്റ്വർക്ക് ഡൺ അല്ലേ. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് പാത്ത് പിയിൽ ചെയ്ത വർക്ക് പ്ലസ് പാത്ത് ക്യൂവിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് ചെയ്ത വർക്ക്. അപ്പോൾ പാത്ത് പിയിലെ ഇനീഷ്യൽ പൊസിഷൻ എ ആയിരുന്നു, ഫൈനൽ പൊസിഷൻ ബി ആയിരുന്നു, പിന്നെ എഫ് ഡോട്ട് ഡി ആർ സെയിം തന്നെയാണ്. പിന്നെ പാത്ത് ക്യൂവിൻ്റെയോ ഇനീഷ്യൽ പൊസിഷൻ ബിയും ഫൈനൽ പൊസിഷൻ എയും ആയിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് അങ്ങനെ വന്നേക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലാണെങ്കിൽ ഈ രണ്ട് പാത്തും സെയിം ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റി? ഓക്കെ, ഈ ടേം അങ്ങനെ എഴുതി, ഈ ടേം ഞാൻ എന്ത് ചെയ്തു? തിരിച്ചെഴുതി. അതായത് ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് ഞാൻ ബി ടു എ എന്നുണ്ടായിരുന്നത് എ ടു ബി എന്ന് മാറ്റി എഴുതി. അപ്പോൾ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ സൈൻ ഞാൻ മാറ്റിയിടണം, റൈറ്റ്. അപ്പോൾ എന്താണ്, വർക്ക് ഡൺ
അലോങ് പാത്ത് പി മൈനസ് വർക്ക് ഡൺ അലോങ് പാത്ത് ക്യൂ ആണ്. പക്ഷേ അത് രണ്ടും സെയിം ആണെന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പ്രൂവ് ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എത്രയായി, 0 ആയി. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ നെറ്റ് വർക്ക് ഡണ്ണ് എന്ന് പറയുന്നത് റൗണ്ട് ട്രിപ്പിന് വേണ്ടി നെറ്റ് വർക്ക് ഡണ്ണ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് നമ്മൾ എന്താണ് ഇൻറ്റഗ്രൽ ഫോമിൽ ഒന്നുകൂടെ എഴുതുന്നതേ ഉള്ളൂ. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് വർക്ക്, അത് അലോങ് പാത്ത് പി, വർക്ക് ഡൺ അലോങ് പാത്ത് ക്യൂ, രണ്ടിൻ്റെയും കൂടെ സമ്മാണ്. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കിക്കോണം, അതായത് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഫ്രം എ ടു ബി എഴുതി ആൻഡ് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഫ്രം ബി ടു എ എഴുതി. എന്ന് വെച്ചാൽ എന്താണ്, ആ ക്ലോസ്ഡ് ഇൻറ്റഗ്രലാണ് അല്ലേ, ഒരു ക്ലോസ്ഡ് പാത്തിൽ ചെയ്ത ഇൻറ്റഗ്രലാണ്. അപ്പോൾ അതാണ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ അണ്ടർ എ ക്ലോസ്ഡ് ഇൻ്റർവൽ. അപ്പോൾ അതെന്തായി, 0 ആയി. കാരണം നെറ്റ്വർക്ക് ഡൺ 0 ആയതുകൊണ്ട് ഈ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയി. അതായത് വർക്ക് ഡൺ ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എലോങ് എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഓൾവേസ് 0 എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്. ഇനി സെൻട്രൽ ഫോഴ്സ് എന്താണെന്ന് പറയാം. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോയിൻറ്റിൽ നിന്ന് നമ്മളുടെ പാർട്ടിക്കിളുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ സം ഫങ്ഷൻ ആയിരിക്കും ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. എന്നിട്ട് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഫിക്സ്ഡ് പോയിൻറ്റിൽ നിന്ന് ടുവേർഡോ അല്ലെങ്കിൽ എവേയോ ആയിരിക്കും. അങ്ങനെയുള്ള ഫോഴ്സുകളാണ് സെൻട്രൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രൽ ഫോഴ്സിൻ്റെ ഡെഫിനിഷനാണ് എന്ത്, എ ഫോഴ്സ് ഇസ് സെൻട്രൽ ഫോഴ്സ് ഇഫ് ഒന്നാമത്തെ കണ്ടീഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സം ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് എ പാർട്ടിക്കിൾ ഫ്രം എ ഫിക്സ്ഡ് പോയിൻറ്റ്. രണ്ടാമത്തെ കണ്ടീഷൻ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ടുവേർഡ് ഓർ എവേ ഫ്രം ദ ഫിക്സ്ഡ് പോയിൻറ്റ്. അപ്പോൾ അതാണ് സെൻട്രൽ ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, നമുക്കറിയാവുന്ന പല ഫോഴ്സുകളും സെൻട്രൽ ഫോഴ്സ് തന്നെയാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്, അങ്ങനത്തെ പല ഫോഴ്സുകളും സെൻട്രൽ ഫോഴ്സാണ്. അപ്പോൾ ഈ സെൻട്രൽ ഫോഴ്സുകളെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് പറയാം, ഈ സെൻട്രൽ ഫോഴ്സിൻ്റെ എല്ലാ എക്സാമ്പിളും കൺസർവേറ്റീവ് ഫോഴ്സിനും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷനാണ് നോക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പൊട്ടൻഷ്യൽ എനർജി യു എന്ന് പറയുന്നത് എന്താണ്, എഫ് ഡോട്ട് ഡി ആറിൻ്റെ ഇൻറ്റഗ്രലാണ്. ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് ശ്രദ്ധിച്ചോണം. പൊട്ടൻഷ്യൽ എനർജി ആകുമ്പോഴേക്കും ഇനീഷ്യൽ പൊസിഷൻ ഇൻഫിനിറ്റി ആണ്, ഫൈനൽ പൊസിഷൻ ആറാണ്. ആ ഇൻറ്റഗ്രലിനകത്തൊരു മൈനസ് സൈനുണ്ട്. അതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ. അപ്പോൾ അതിനെ എഫ് ഡോട്ട് ഡി ആറിനെ ഞാൻ കമ്പോണൻറ്റ് ഫോമിൽ എഴുതിയാൽ ഫോഴ്സിൻ്റെ എക്സ് കമ്പോണൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഡി എക്സ്, ഫോഴ്സിൻ്റെ വൈ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഡി വൈ, ഫോഴ്സിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഡി എസ്, അങ്ങനെയാണ് എഴുതുക. ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷനെ ഞാൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുക്കുകയാണ്. എക്സ് വൈ ഇസഡ് അങ്ങനെ എല്ലാമായിട്ടും പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടും. അതായത് ഈ യുവ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് കിട്ടിയാൽ മൈനസ് എഫ് എക്സ് കിട്ടി. അതുപോലെ തന്നെ എന്താണ് വൈയുടെയും ഇസഡിൻ്റെയും പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എഫ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഫോമിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം, എക്സ് കമ്പോണൻറ്റിലെ യൂണിറ്റ് വെക്റ്റർ എക്സ്, എന്നിട്ട് എന്താണ് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് എഫ് എക്സ്, അതേപോലെ വൈ കമ്പോണൻറ്റിലെ യൂണിറ്റ് വെക്റ്റർ വൈ ഹാറ്റ്, എന്നിട്ട് വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ്, അതുപോലെ ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററും ആ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റും. അങ്ങനെയാണ് ഏത് ഫോഴ്സിൻ്റെയും കമ്പോണൻറ്റ് ഫോമിൽ നമ്മൾ എഴുതുക. അപ്പോൾ നമ്മൾ നേരത്തെ എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡൊക്കെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു അല്ലേ, ആ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുത്തിട്ട്. അപ്പോൾ എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ നേരത്തെ കണ്ടുപിടിച്ച കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായി, എഫ് എക്സിന് പകരം ഞാൻ ഈ ഡിഫറൻഷ്യൽ എഴുതി, എഫ് വൈക്ക് പകരം ഇതെഴുതി, എഫ് ഇസഡിന് പകരം ഇതെഴുതി. ഇനിയിപ്പോൾ എന്താണ്, എല്ലാത്തിലും മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ അതിനെ മാത്രം ഞാൻ പുറത്തെടുത്തു. ഇനിയിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് എക്സ് ഉണ്ട്, ഡോ ബൈ ഡോ എക്സ് ഓഫ് യു ആയിരുന്നു. അപ്പോൾ യുവിനെ ഞാൻ പുറത്തെടുത്തു. വൈ ഉണ്ട്, ഡോ ബൈ ഡോ വൈ ഓഫ് യു ആയിരുന്നു. ആ യുവിനെ പുറത്തെടുത്ത് വെച്ചേക്കാണ്. സെഡ് ഡോ ബൈ
ഡോ യു ഓഫ് z ആയിരുന്നു, ഡോ ബൈ ഡോ z ഓഫ് യു ആയിരുന്നു. അപ്പോൾ ആ യുവിനെല്ലാം പുറത്തെടുത്തു, അതായത് മൈനസും പുറത്തെടുത്തു, ഈ സൈഡിൽ വെച്ചു, യുവിനെ പുറത്തെടുത്ത് ഇപ്പോഴത്തെ സൈഡിലും വെച്ചു. ബാക്കി കിടക്കുന്നത് എന്താണ്? ബാക്കി കിടക്കുന്നത് നിങ്ങളുടെ ഡെല്ലിൻ്റെ ഡെഫിനേഷനാണ് അല്ലേ. അപ്പോൾ മൈനസ് ഡെൽ യു ആണ് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സിന് കിട്ടിയ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് കൺസർവേറ്റീവ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതായത് എല്ലാ കൺസർവേറ്റീവ് ഫോഴ്സും ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആയിട്ടാണ് വരിക. ഇനിയിപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കേൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കേൾ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഡെൽ ക്രോസ് എഫ് എന്നാണ് എഴുതുക. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഡെൽ യു ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എഫിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾക്ക് ആ മൈനസ് സൈൻ അതിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, അപ്പോൾ ഞാനത് പുറത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഡെൽ ക്രോസ് ഡെൽ യു കിട്ടി. അതായത് കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് യു ആണ്. അപ്പോൾ നമ്മൾ മാത്സിൽ പഠിച്ച ഒരു ബേസിക് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്, എന്താണ്? കേൾ ഓഫ് എനി ഗ്രേഡിയൻറ്റ് ഈക്വൽ ടു 0 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾ ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്.